ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അരിപ്രാവിൻ്റെ പദ്യമാണ് പഠിച്ചത് അല്ലേ. അരിപ്രാവിൻ്റെ 12 വരി നമ്മൾ പഠിച്ചു. ഇനി അവസാനത്തെ 4 വരിയെ പഠിക്കാനുള്ളൂ. എന്തൊക്കെയാണ് 12 വരിയിൽ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നത്? ഒരു പെൺകുട്ടി അരിപ്രാവിനോട് സംസാരിക്കുന്നതാണ്. എന്താ, എൻ്റെ വീട്ടിൽ നാളെ വരുമോ, ഒരു സദ്യ ഉണ്ണാൻ വരുമോ, എൻ്റെ ചേച്ചിയുടെ കല്യാണമാണ്, നാളെ താലികെട്ടാണ്, എൻ്റെ വീട്ടിലേക്ക് നീ വിരുന്നുണ്ണാൻ വരുമോ, പിന്നെന്താ പല നേരം പോക്കുകളുണ്ടാവും, നല്ല രസമായിരിക്കും, സദ്യ ഉണ്ട് എൻ്റെ വീട്ടിൽ, പിന്നെ പോരാത്തതിന് പാട്ടും മേളവും കുഴൽ വീടുകളും എല്ലാം ഉണ്ടായിരിക്കും, നീ നാളെ തന്നെ എൻ്റെ വീട്ടിൽ എൻ്റെ ചേച്ചിയുടെ കല്യാണത്തിന് വരണം കേട്ടോ എന്ന് ഈ പെൺകുട്ടി അരിപ്രാവിനോട് പറയുന്ന ഭാഗം വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അല്ലേ. നോക്കൂ. കുപ്പച്ചണ്ടികൾ കൊത്തി തിന്നാൻ കുറുകി നടക്കും അരിപ്രാവേ, നാളെ വരാമോ ഞങ്ങളുടെ വീട്ടിൽ നടാടെ ഒന്ന് വിരുന്നുണ്ണാൻ, ഓഹോ കാര്യമറിഞ്ഞില്ലേ ദേഹണ്ടപ്പുര കണ്ടില്ലേ, നാളെ രാവിലെ വലിയോപ്പോളുടെ താലികെട്ടിൻ സുമുഹൂർത്തം, പല നേരം പോക്കുണ്ടാവും പാലട ശർക്കരയുപ്പേരി, തരികിടധിമിതവും തകിലടി പിന്നെ പെരപെര പെപ്പേ കുഴലൂത്തും. അപ്പം സദ്യയെക്കുറിച്ചൊക്കെ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. നല്ല വിഭവസമൃദ്ധമായ സദ്യ ഉണ്ടാവും, പാലട പായസം ഉണ്ടാവും, ശർക്കരപ്പേരി ഉണ്ടായിരിക്കും, പല വിഭവങ്ങളുണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ കഴിക്കാൻ വരണം നീയെ. പിന്നെന്താണ്, കുഴൽവിളികളുണ്ടാവും, പെരപെര പെപ്പേ കുഴലൂത്തും, ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ നീ ഇതൊക്കെ കാണാനും ഭക്ഷണം കഴിക്കാനൊക്കെ വേണ്ടിയിട്ട് നാളെ എൻ്റെ വീട്ടിലേക്ക് വരണം. എൻ്റെ വലിയപ്പോളുടെ, അതായത് എൻ്റെ മൂത്ത ചേച്ചിയുടെ കല്യാണമാണ്. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതുവരെയാണ് പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത്. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തില്ലേ? എന്താണ് പേജ് നമ്പർ 34 എടുക്കൂ. ലാസ്റ്റ് പാരഗ്രാഫാണ് നമുക്കിനി പഠിക്കാനുള്ളത് കേട്ടോ. കുപ്പച്ചണ്ടികൾ കൊത്തി തിന്നാൻ, മുമ്പത്തെ ആദ്യം പഠിച്ചിട്ടില്ലേ നമ്മൾ, ആദ്യത്തെ 2 വരി തന്നെയാണ് പിന്നെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. കുപ്പച്ചണ്ടികൾ കൊത്തി തിന്നാൻ കുറുകി നടക്കും അരിപ്രാവേ, പറഞ്ഞു തീരും മുമ്പേ ദൂരെ പറന്നു പോകാൻ എൻ്റെ നീ. കുട്ടി ഇങ്ങനെ പല കാര്യങ്ങൾ പറയുകയാണ് ചേച്ചിയുടെ കല്യാണത്തെ കുറിച്ചിട്ട്. സദ്യ ഉണ്ടാവും, പല നേരമൊക്കെ ഉണ്ടാവും, കുഴൽ വീടുകളിൽ പാട്ട് മേളമൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. അങ്ങനെ കുട്ടി ഇങ്ങനെ ഭയങ്കര സന്തോഷമായിട്ട് നാളത്തെ കല്യാണത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ വിശദമായിട്ട് അരിപ്രാവിനോട് പറഞ്ഞു കൊടുക്കുക. പക്ഷെ അരിപ്രാവ് അതൊന്നും കേൾക്കണേക്കാട്ടിലും മുമ്പ് അരിപ്രാവ് എന്ത് ചെയ്തു? പറന്നു പോയി. അപ്പോൾ കുട്ടി പറയാ, പറഞ്ഞു തീരും മുമ്പേ ദൂരെ പറന്നു പോകാൻ എൻ്റെ നീ. ഞാൻ പറഞ്ഞു തീർന്നിട്ടില്ല എൻ്റെ അരിപ്രാവേ, അതിന് മുമ്പ് നീ എങ്ങോട്ടാണ് പറന്നു പോകുന്നത്? എൻ്റെ നീ പെട്ടെന്ന് ഇങ്ങനെ പറന്നു പോകുന്നത്? എൻ്റെ ഒന്നും പറഞ്ഞു കഴിഞ്ഞിട്ടില്ല, ഇനിയും കുറേ കാര്യങ്ങൾ എനിക്ക് നിന്നോട് പറയാനുണ്ട്. അതാണ് പറഞ്ഞു തീരും മുമ്പേ, പറഞ്ഞു തീരുന്നതിനേക്കാട്ടിലും മുമ്പ് എങ്ങോട്ടാണ് നീ പറന്ന് പോകാൻ എൻ്റെ നിനക്ക് പറ്റിയത്? എൻ്റെ ഞാൻ പറഞ്ഞത് മുഴുവൻ കേൾക്കാതെ എങ്ങോട്ടാണ് നീ പറന്നു പോകുന്നത് എന്നാണ് ഈ കുട്ടി അരിപ്രാവിനോട് ചോദിക്കുന്നത്. ഒന്നുകൂടി ഞാൻ വായിക്കാൻ ശ്രദ്ധിച്ചു കേട്ടോളൂ കേട്ടോ. ലാസ്റ്റ് 4 ലൈനാണ് ഞാൻ എടുക്കുന്നത്. കുപ്പച്ചണ്ടികൾ കൊത്തി തിന്നാൻ കുറുകി നടക്കും അരിപ്രാവേ, നാളെ വരാമോ ഞങ്ങളുടെ വീട്ടിൽ നടാടെ ഒന്ന് വിരുന്നുണ്ണാൻ, ഓഹോ കാര്യമറിഞ്ഞില്ലേ ദേഹണ്ടപ്പുര കണ്ടില്ലേ, നാളെ രാവിലെ വലിയോപ്പോളുടെ താലികെട്ടിൻ സുമുഹൂർത്തം, പല നേരം പോക്കുണ്ടാവും പാലട ശർക്കരയുപ്പേരി, തരികിടധിമിതവും തകിലടി പിന്നെ പെരപെര പെപ്പേ കുഴലൂത്തും, കുപ്പച്ചണ്ടികൾ കുത്തി തിന്നാൻ കുറുകി നടക്കും അരിപ്രാവേ, പറഞ്ഞു തീരും മുമ്പേ ദൂരെ പറന്നു പോകാൻ എൻ്റെ നീ. വളരെ എളുപ്പമുള്ളൊരു കവിതയാണ്. എന്താ പറയുക, ഞാൻ പറഞ്ഞു തരുന്നതിനേക്കാട്ടിലും വിശദമാക്കി അർത്ഥം പറഞ്ഞു തരുന്നതിനേക്കാട്ടിലും മുമ്പേ തന്നെ നിങ്ങൾക്കിത് വായിച്ചാൽ ഇതിൻ്റെ അർത്ഥം മനസ്സിലാവും. ചില വാക്കുകളുടെ അർത്ഥം ദേഹണ്ടപുര എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. എന്നാലും വളരെ സിമ്പിളായിട്ടുള്ള ഒരു കുട്ടി കവിതയാണ് അക്കിത്തത്തിൻ്റെ അരിപ്രാവിനോട് എന്നുള്ള ഈ കവിത. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് 4 ലൈൻ നമുക്ക് പരീക്ഷയ്ക്ക് ഉണ്ടാവും കേട്ടോ, എഴുതി പഠിക്കുന്നപ്പോൾ. ഏതാ? കുപ്പച്ചണ്ടികൾ കൊത്തി തിന്നാൻ കുറുകി നടക്കും അരിപ്രാവേ, നാളെ വരാമോ ഞങ്ങളുടെ വീട്ടിൽ നടാടെ ഒന്ന് വിരുന്നുണ്ണാൻ. അതുവരെ ആദ്യത്തെ 4 വരി നിങ്ങൾ നല്ലവണ്ണം സ്ലേറ്റിൽ എഴുതി പഠിക്കണം. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് എളുപ്പത്തിൽ നമുക്ക് എഴുതാൻ സാധിക്കും. വല്ല ബുദ്ധിമുട്ടുള്ള വരികളൊന്നും അല്ലാതെ. അപ്പോൾ ഈ എടുത്ത ഭാഗം വരെ എല്ലാവർക്കും മനസ്സിലായില്ലേ?
അപ്പോൾ നോട്ട്സൊക്കെ ഞാൻ എല്ലാ ക്ലാസ് റൂമിൽ ഇട്ടിട്ടുണ്ട്, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വരെ ഉള്ളത്. എല്ലാവരും എഴുതിയെടുത്തോളൂ കേട്ടോ. അപ്പോൾ ബാക്കി നമുക്കിനി അടുത്ത ക്ലാസ്സിൽ പിന്നെ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.